ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചില ആഘോഷങ്ങൾ മനുഷ്യന്റെ ആഖിറത്ത് നഷ്ടപ്പെടുത്തുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. അങ്ങനെയുണ്ട് ചില ആഘോഷങ്ങൾ. ജീവിതത്തെ അത്ര കണ്ട് സീരിയസ് ആയിട്ടേ കണ്ടിട്ടുള്ളൂ. ജീവിതത്തിന്റെ ഗൗരവത്തെ അറിയാത്തവരാണ് ഇത്തരം ആഘോഷങ്ങളിലേക്ക് പോവാൻ. അടച്ച് ആക്ഷേപിക്കുകയല്ല, വസ്തുത അങ്ങനെ ആയതുകൊണ്ട് പറയേണ്ടി വരുന്നു. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട് ആഘോഷങ്ങൾ ചിലപ്പോൾ ആഖിറത്ത് നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയെക്കുറിച്ച്. സൂറത്തുൽ അഅറാഫിന്റെ 51-ാമത്തെ ആയത്ത് ഈ വസ്തുത നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين اتخذوا دينهم لهوا ولعبا وغرتهم الحياة الدنيا فاليوم ننساهم كما نسوا لقاء يومهم هذا وما كانوا بآياتنا يجحدون. ആഖിറം നഷ്ടപ്പെടുത്തുന്ന ചില ആഘോഷങ്ങൾ അള്ളാഹു പറയുന്നു. ഒരു വിഭാഗം ആളുകൾ അവരുടെ ദീനിനെ കളിയും വിനോദവുമായി കാണുന്നു, നിസ്സാരമായി കാണുന്നു. ദീനിനെ നിസ്സാരമായി കാണുന്ന ആളുകളുണ്ട്. മുസ്ലിമീങ്ങളിൽ തന്നെ ഉണ്ട് അങ്ങനെ. അവരുടെ ദീനിനെ നിസ്സാരമായി കാണുന്നവർ, കളിയും വിനോദവുമായി ദീനിനെ നിസ്സാരമായി കാണുന്ന ആളുകളെ യഥാർത്ഥത്തിൽ ഈ ദുനിയാവ് വഞ്ചിച്ചിരിക്കുകയാണ്. നാളെ ആഖിറത്തിലേക്ക് അവർ കുറെ സമ്പാദിച്ചു എന്ന ധാരണയിൽ ചൊല്ലുമ്പോൾ അള്ളാഹു അവരോട് കാരുണ്യത്തിന്റെ ഇടപെടൽ നടത്തുകയില്ലെന്ന് ഖുർആൻ. فَالْيَوْمَ نَنسَاهُمْ كَمَا نَسُوا لِقَاءَ يَوْمِهِمْ هَذَا. അള്ളാഹുവിന്റെ പ്രഖ്യാപനം അവരോടുള്ളത് ഇങ്ങനെയാണ്: നിങ്ങൾ ദുനിയാവിൽ ജീവിച്ചപ്പോൾ എന്നെ മറന്നതല്ലേ, അതുകൊണ്ട് നിങ്ങളെ നാം ഇന്ന് മറന്നിരിക്കുന്നു എന്ന് അള്ളാഹു പറയുമത്രേ. അള്ളാഹു ആ ഒരു പ്രഖ്യാപനം കേൾക്കേണ്ട ഗതികേടിനെ തൊട്ട് നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഇത് ന്യൂ ഇയർ ആഘോഷിക്കുന്നിടത്ത് മാത്രമല്ല കേട്ടോ, അങ്ങനെ തിരിക്കണ്ട. ഇത് നമ്മുടെ ചില കല്യാണ ആഘോഷങ്ങളിലും ആർഭാടങ്ങളിലും റബ്ബ് ഈ ചോദ്യം ചോദിക്കും എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടാവണം. അള്ളാഹനെ മറന്നിട്ടുള്ള എല്ലാ ആഘോഷങ്ങളിലും അള്ളാഹുവിന്റെ ചോദ്യം നാളെ ഉണ്ടാവുമെന്ന് ഖുർആൻ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹനെ മറക്കാണ് യഥാർത്ഥത്തിൽ ഇവിടെ. റബ്ബിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥയിൽ ഒരിക്കലും ഒരാൾക്ക് നന്മ ചെയ്യാൻ പിന്നീട് കഴിയാതെ പോവുകയാണ്. നന്മയിലേക്കുള്ള അവന്റെ തൗഫീഖിനെ അള്ളാഹു എടുത്തു മാറ്റും. അള്ളാഹനെ മറന്നാൽ നന്മ ചെയ്യാൻ കഴിയൂല എന്നത് അള്ളാഹ് പഠിപ്പിച്ച കാര്യമാണ്. ജീവിത നിമിഷങ്ങളെ അവലോകനം ചെയ്യാൻ ഖുർആൻ ആവശ്യപ്പെടുന്നതോടൊപ്പം തന്നെ ഈ വസ്തുതയും പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെ കുറിച്ചും നമുക്കൊരു അവലോകന ബോധമുണ്ടാവണം. അത് ഉണ്ടാവുന്നതിന്റെ കൂടെ തന്നെ നന്മ ചെയ്യാൻ നമ്മൾ അള്ളാഹുവിനെ മറന്നാൽ നന്മ ചെയ്യാൻ നമുക്ക് കഴിയാതെ പോകും എന്ന വസ്തുതയും അള്ളാഹു പറയുന്നുണ്ട്. പലപ്പോഴും നമ്മളത് പറയാറുള്ള ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? ഓരോ മനുഷ്യരും ചിന്തിക്കട്ടെ, ഓരോ ശരീരവും ചിന്തിക്കട്ടെ, നാളത്തേക്ക് എന്ത് സമ്പാദിച്ച് വെച്ചിട്ടുണ്ടെന്ന് ചിന്തിക്കട്ടെ. പടച്ചോനെ ഭയന്ന് ജീവിക്കണേ. ഓരോരുത്തരും ചിന്തിക്കണം എന്ന് പറഞ്ഞതിന്റെ അപ്പുറവും ഇപ്പുറവും അള്ളാഹനെ ഭയന്ന് ജീവിക്കണം എന്നുള്ള ഒരു തത്വം അള്ളാഹു പറയുന്നുണ്ട്. സത്യവിശ്വാസികൾ അള്ളാഹനെ നിങ്ങൾ ഭയന്ന് ജീവിക്കണം, ഇങ്ങനെ ഒരു ഉപദേശം കൊടുത്തിട്ട് പിന്നെ പറയാണ് ഓരോ ശരീരവും നാളത്തേക്ക് എന്താണ് സമ്പാദിച്ചു വെച്ചത് എന്ന് ആലോചിക്കട്ടെ. പിന്നെയും പറഞ്ഞു അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കണേ. അപ്പൊ അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നതാണ് നാളത്തേക്കുള്ള സമ്പാദ്യം. ഇനി കേട്ടോ, ജീവിത നിമിഷങ്ങളെ അവലോകനം ചെയ്യണമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു പറയുമ്പോൾ, ഓരോരുത്തരും ചിന്തിക്കട്ടെ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഒരു അവലോകന ബോധം നമുക്ക് ഉണ്ടാവണം. ഇത് പറയുന്നതിന്റെ കൂടെ തന്നെ അള്ളാഹനെ മറന്നാൽ നമുക്ക് നന്മ ചെയ്യാൻ കഴിയൂല എന്നതിനെയും അള്ളാഹു പറയാണ്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും
ഉലൈക ഹുമുൽ ഫാസിഖൂൻ. അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അള്ളാഹിനെ മറന്ന് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ. അപ്പൊ നമ്മൾ തന്നെ ഓർക്കാറുണ്ട്, ഇവർക്കൊന്നും പടച്ചവനെ പേടിയില്ലെന്തോ. അവരിങ്ങനെ ജീവിക്കുന്നത് കാണുമ്പോഴും നിങ്ങളത് അനുകരിക്കല്ലേ. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും. അല്ലാഹുവിനെ മറന്ന് ജീവിക്കുന്നവരെ നിങ്ങൾ അനുകരിക്കരുതെന്ന് ഖുർആൻ. അവര് കാണിക്കുന്ന പോലെ നിങ്ങൾ കാണിച്ചാൽ എന്ത് സംഭവിക്കും? ഫഅൻസാഹും അൻഫുസഹും. നന്മ ചെയ്യാൻ അല്ലാഹു അവസരം തരൂല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി രേഖപ്പെടുത്തുന്നത് ഫഅൻസാഹും അൻഫുസഹും ഐ യുഖദ്ദിമൂ ലഹാ ഖൈറ. ഒരു നന്മ ചെയ്യാൻ കഴിയാതെ പോകുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു നമ്മുടെ ജീവിതത്തെ മാറ്റിക്കളയും. നന്മയിലായി മരിക്കണ്ടേ നമുക്ക്, നന്മ ചെയ്യാത്ത അവസ്ഥയിലേക്ക് ജീവിതത്തെ ഭാവിയിൽ അള്ളാഹു മാറ്റാന്ന് പറഞ്ഞാൽ നമ്മൾ മരിക്കുമ്പോൾ നന്നായിട്ട് മരിക്കാൻ കഴിയൂല എന്ന് ചുരുക്കം. അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവർക്ക് അള്ളാഹു ഭാവിയിൽ നന്മകൾ നിഷേധിക്കുകയാണ്. നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, ഇവിടെ പഴയ കാലത്തെ കാരണവന്മാരൊക്കെ ഒന്ന് ഇരുന്നോടത്തുനിന്ന് എണീക്കുമ്പോഴും അല്ലെങ്കിൽ അവർ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ അവരെന്തെങ്കിലും എന്ത് പറഞ്ഞാലും അവരുടെ വായില് അള്ളാഹ്, പടച്ചോനെ, അള്ളാഹുവേ, അല്ലെ, ഇരുന്നോടത്തുനിന്ന് എണീക്കുമ്പോ അള്ളാഹ് അള്ളാഹ് എന്ന് പറഞ്ഞ് അവരെണീക്ക. അല്ല, ഒരു പ്രത്യേക ഒരു ശൈലി തന്നെയുണ്ട്. പടച്ചോനെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇരിപ്പും ഒരു നെടുവീർപ്പും, അല്ലെ, അത് അവർക്ക് വയ്യാനിട്ടൊന്നും അല്ല, നമ്മളെക്കാളും ആരോഗ്യമുണ്ട് അവർക്ക്. അവരൊക്കെ ഒരേക്കർ മണ്ണ് ഒറ്റയ്ക്ക് കിളച്ച് മറിച്ചവരാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരേക്കർ മണ്ണിലൂടെ നടക്കാൻ പോലും കഴിയാത്തവരാണ്. വലിയ ആരോഗ്യമുള്ളവരാ പഴയ കാലത്തെ കാരണവന്മാരൊക്കെ. എന്നാലും അവർ ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴൊക്കെ അള്ളാഹ് എന്ന് പറയും. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൽ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم. ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും നിൽക്കുമ്പോഴും എപ്പോഴും അള്ളാഹു എന്ന വിചാരമുള്ളവരാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവരെന്ന് ഖുർആൻ. അള്ളാഹു ആ ബുദ്ധിമാന്മാരിൽ നമ്മെ ചേർക്കട്ടെ. എന്താ ഈ പറഞ്ഞത്? ബുദ്ധിയുള്ളവർ എന്ന് പറഞ്ഞാൽ ബുദ്ധി പ്രവർത്തിക്കുന്നവർ, ബുദ്ധിക്കും മയക്കവും മങ്ങലും വരാത്തവർ അവരാണെന്ന് ഖുർആൻ. അള്ളാഹു അതിലേക്ക് നമ്മെ ചെറുക്കുമാറാവട്ടെ. നമ്മുടെ പൂർവീകർ അങ്ങനെ ചെയ്തിരുന്നു. ഇസ്ലാമിക കർമ്മശാസ്ത്രം പറയുന്നത് എന്താ? ഫത്ഹുൽ മുഈനിൽ കാണാം, ഒരാൾ ഇരിക്കുമ്പോഴും ഒരാൾ എഴുന്നേൽക്കുമ്പോഴും അല്ല എന്ന ലഫ്ള് പറയാതെ ചെയ്യല് കറാഹത്താണ്. അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുക, പടച്ചോനെ അള്ളാഹുവേ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കാം. ചുമ്മാ ഇരിക്കോ നടക്കോ എടുക്കോ പിടിക്കോ ഒക്കെ ചെയ്യുമ്പോഴൊക്കെ ഈ അല്ലാ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാ. അത് ഉപേക്ഷിക്കൽ കറാഹത്താണ്. ഫത്ഹുൽ മുഈൻ പോലെയുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഇത് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ പൂർവികർ ഫത്ഹുൽ മുഈൻ ഓതിയില്ലെങ്കിലും അവർ ചെയ്തു പോന്ന, അവർ ഈ തത്വം അറിയാതെ അവർ അനുഷ്ഠിച്ചു പോന്ന അവരുടെ കർമ്മമണ്ഡലങ്ങളിലെ പവിത്ര ബോധത്തെ നമ്മളൊന്ന് ആലോചിക്കണം. അള്ളാഹു എന്ന വിചാരമില്ലാതെ പോകുന്നവർക്ക് നന്മ ചെയ്യാൻ കഴിയൂല. യഥാർത്ഥത്തിൽ അവർക്കുള്ള ആ ബോധം തന്നെയാ അവരുടെ നന്മയിൽ അവരെ വലുതാക്കിയത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, തുല്യത പറയാൻ കഴിയാത്ത ഒരു അമലിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ അമൽ ഏതാണെന്ന് നമ്മൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട് ഹദീസ്, ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം ഹദീസ്. عن أبي الدرداء رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم ألا أنبئكم بخير أعمالكم وأزكاها عند مليككم وأرفعها في درجاتكم وخير لكم من إنفاق الذهب والورق وخير لكم من أن تلقوا عدوكم فتضربوا أعناقهم ويضربوا أعناقكم. ഹബീബിന്റെ ഒരു വലിയ ചോദ്യം വലിയ ചോദ്യം എന്ന് പറയുമ്പോൾ ഉത്തരം അതിലേറെ വലുതാവേണ്ടതാ. അതാണ് അതിന്റെ ഒരു ന്യായം. പക്ഷെ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഒറ്റ വാക്കാണ്.
വലിയൊരു ചോദ്യം. എന്താ ഈ ചോദ്യം? സഹാബി നിബിഡമായ സദസ്സിൽ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു വലിയ മഹത്തായ അമല് പഠിപ്പിച്ചു തരട്ടെ എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രവുമല്ല, നിങ്ങളുടെ റബ്ബിന്റെ യജമാനന്റെ മുന്നിൽ ചെല്ലുമ്പോൾ വളരെ പരിശുദ്ധിയാൽ വാഴ്ത്തപ്പെടുന്ന ഒരു അമലിനെ കുറിച്ച് പറഞ്ഞു തരട്ടെ. നിങ്ങളുടെ ആഖിറത്തിലെ പദവി ഉയർത്തുന്ന ഒരു അമലിനെ കുറിച്ച് പറഞ്ഞു തരട്ടെ. സ്വർണവും വെള്ളിയും അസംഖ്യം നിങ്ങൾ ദാനം ചെയ്താൽ കിട്ടുന്നതായ പ്രതിഫലത്തെക്കാളും വലിയ പ്രതിഫലമുള്ള ഒരു അമലിനെ കുറിച്ച് പറഞ്ഞു തരട്ടെ. ആ അമലിനെ എങ്ങനെ വിശേഷിപ്പിച്ചുകൊണ്ട് ചോദ്യം ഉന്നയിക്കുകയാണ്. മാത്രവുമല്ല, അനിവാര്യമായ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ ധർമ്മസമരം ചെയ്യുകയും അതിൽ ഷഹീദാവുകയും ചെയ്താൽ കിട്ടുന്ന പ്രതിഫലത്തെക്കാളും വലിയ പ്രതിഫലമുള്ള ഒരു അമല് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. സ്വഹാബികൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞാലും നബിയേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അമൽ ഏതാണെന്നറിയുമോ? ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. ഇതങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ എന്ന ഒരൊറ്റ സെന്റൻസ് കൊണ്ട് ഒരു വലിയ ചോദ്യത്തിന്റെ ഉത്തരവും ജീവിതത്തിൽ ഒരാൾക്ക് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ അമൽ ഇതാണെന്ന് പറയലും കഴിഞ്ഞപ്പോൾ തന്നെ ആവേശഭരിതരായിരിക്കുന്ന സ്വഹാബത്തിന്റെ ഇടയിൽ നിന്നും മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഗദ്ഗദത്തോടുകൂടെ പൊട്ടിക്കരഞ്ഞ് പറഞ്ഞു പോയി, മാശൈഉൻ അൻസാ മിൻ അദാബില്ലാഹി മിൻ ദിക്രില്ലാഹ്. അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയില്ലാതെ, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ എന്ന് പറയുന്ന വലിയ അമല് കൂടാതെ ഒരാൾക്കും അള്ളാഹുവിന്റെ ശിക്ഷകളിൽ നിന്നും ഒഴിവാവാൻ കഴിയൂല. സയ്യിദുനാ മുആദ് ബിൻ ജബൽ എന്ന ഖസാർ റളിയല്ലാഹു അൻഹു. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അത്രത്തോളം വലിയ സ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന് നാം മനസ്സിലാക്കാം. എന്നാ നമുക്ക് ഈ ഓർമ്മയൊക്കെ ഉണ്ട്, എന്നാ ശരിക്കും അങ്ങോട്ടില്ല. ആ ഒരു അവസ്ഥ ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലാന്ന് വെച്ചാൽ ഇല്ല. ആ ഒരു അവസ്ഥ നമ്മൾ പോവാം. പടച്ചവനെ കുറിച്ച് ഓർമ്മയുണ്ടോ? ഉണ്ട്. എന്തെങ്കിലും വലിയ നടുക്കങ്ങൾ വരുമ്പോൾ, പെട്ടെന്ന് ചില മരണങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ വലിയ സങ്കടമൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഓർമ്മ അങ്ങോട്ട് തെളിഞ്ഞു വരാം. അങ്ങനെയാണല്ലോ നമ്മുടെ അവസ്ഥ. ഒരു നോർമലി നമുക്ക് ആ ഒരു ഓർമ്മ വരുന്നില്ല. എന്നുണ്ടോ? ഉണ്ട്. ഒന്ന് ചകയണം, അങ്ങനെ മൂടി എന്തോ അത് അതിന്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് മൂടിക്കിടക്കാം. മനുഷ്യന്റെ അവസ്ഥ മൊത്തത്തിൽ അങ്ങനെയാണ്. എന്തെങ്കിലും പെട്ടെന്ന് ഒരു ദുരന്തങ്ങളോ ദുരിതങ്ങളോ പ്രയാസങ്ങളോ വിഷമങ്ങളോ രോഗങ്ങളോ ഒക്കെ വരുമ്പോൾ ഈ ഓർമ്മ അങ്ങോട്ട് തെളിയും. അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ കൂടും. പടച്ചോനെ പടച്ചോനെ എന്നുള്ള വിളി അങ്ങോട്ട് കൂടും. റബ്ബിനെ വിളി അങ്ങോട്ട് കൂടും. അതൊരു സങ്കടം വരുമ്പോഴാണ്. അതുവരെ നമ്മൾ ഇങ്ങനെ ഒരു മയക്കത്തിക്കിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും മനഃശാസ്ത്രപരമായ അങ്ങനെ ഒരു സമീപനം തന്നെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട്. മനുഷ്യർ മുഴുവനും ഒരു മയക്കത്തിലാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത്. ആ മയക്കാണ് എനിക്ക് നിങ്ങൾക്കുള്ളത്. നമ്മളത് ഉണരുന്നത് നമ്മളെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു അത്ഭുതത്തെ കുറിച്ച് കേൾക്കുമ്പോഴാണ്. നമ്മളെ സങ്കടപ്പെടുത്തുന്ന നമ്മുടെ സങ്കടങ്ങളുടെ കൂടെ നമ്മൾ ഉണരുള്ളൂ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചപ്പുറത്തേക്ക് കടത്തി പറഞ്ഞു. ഇമാം ഗസാലി അവിടുത്തെ ഇഹ്യാ അൽ ഹദീസ് രേഖപ്പെടുത്തുന്നത് കാണാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്നാസു നിയാം, ജനങ്ങളൊക്കെ ഉറങ്ങാണ്. ജനങ്ങളൊക്കെ 24 മണിക്കൂർ ഉറക്കം തന്നെയാണ്. യഥാർത്ഥത്തിൽ അവർ ഉണർന്നിരിക്കുന്നുണ്ടെങ്കിലും ഉറക്കത്തിലാണ്. 2016-17 സമയത്ത് ഞാൻ കൃത്യമായി ഓർക്കുന്നു, ഏതാണ്ട് ആ കാലഘട്ടത്തിൽ കേരളത്തിലെ ഒരു മലയാള പത്രത്തിൽ PN ദാസന്റെ അനുഗ്രഹീതമായ എഴുത്ത് റമദാനെ കുറിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഈ സംഭവം. അനുഗ്രഹീത എഴുത്തുകാരൻ PN ദാസൻ എഴുതിയത്, റമദാനിന്റെ നോമ്പിനെ കുറിച്ച് എഴുതിയത്, വ്രതം ഒരിക്കലും മനുഷ്യനെ ഉറക്കുകയല്ല, ഉറങ്ങിയോടത്തുനിന്ന് ഉണർത്തുകയാണ് ചെയ്യുന്നത്. മനോ ഉത്തേജനം ലഭിക്കുന്ന ഒരു വലിയ കർമ്മമാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന വ്രതവിശുദ്ധി എന്നാണ് PN ദാസനെ പോലുള്ളവർ എഴുതിയത്. അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ തുടക്കം ഇങ്ങനെയാണ്: നാം ഉണർന്നിരിക്കുമ്പോഴും പാതി ഉറക്കത്തിലാണ്, നാം ഉറങ്ങുമ്പോഴും പാതി ഉണർവിലാണ്. ഞാനത് ഉദാഹരണ സഹിതം പറഞ്ഞ് വിശദീകരിച്ച സമയം ദൈർഘ്യമാക്കുന്നില്ല. നമ്മളുടെ പല ക്ലാസ്സുകളിലും ഇത് സംസാരിച്ചു പോയ കാര്യമാണ്. അപ്പൊ നമുക്ക് യഥാർത്ഥത്തിൽ ഇവിടെ ഉണർവാണെങ്കിലും പാതി ഉറക്കം നമ്മെ ബാധിക്കുന്നുണ്ട്. നമ്മളത് അറിയുന്നില്ല. എന്നറിയുന്നുണ്ട്. ഞാനത് നിന്നോട് പറഞ്ഞല്ലായിരുന്നോ? ഓ, ഞാനത് ശ്രദ്ധിച്ചില്ല. ഈ ഒരു പ്രയോഗം നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മൾ ഉറക്കത്തിലാണ്. അവിടെ ആരോ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. നീയായിരുന്നല്ലേ? ഇങ്ങനെ പറയാറുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ പാതി ഉറക്കത്തിൽ തന്നെയാണ്. നമ്മുടെ ഉണർവിൽ നമ്മൾ പാതി ഉറക്കത്തിൽ തന്നെയാണ്.
എല്ലാവരും കണ്ടു, പക്ഷെ പുള്ളി അവിടെ ഉണ്ടായിരുന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, അല്ലേ? ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ? മനഃശാസ്ത്രപരമായി നമ്മൾ പാതി ഉറക്കത്തില്ല, നമ്മുടെ ഉണർവിലും. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതെല്ലാം കൃത്യമായി ഇത്രയും വലിയൊരു മനഃശാസ്ത്ര തത്വം തന്നെ പറയാൻ റസൂലുള്ളാഹിക്ക് തന്നെ പറ്റുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ അവന്റെ എത്ര വലിയ ഉണർവിലും അവൻ ഉറക്കത്തിൽ തന്നെയാണ്. ആ ഉറക്കത്തിൽ നിന്നും അവൻ എഴുന്നേൽക്കുന്നത് അവന്റെ മരണം തൊട്ടടുത്തെത്തുമ്പോൾ അവൻ എഴുന്നേൽക്കും. അപ്പോഴാണ് അവന്റെ ബുദ്ധി പൂർണ്ണമായും വിവേകം പൂർണ്ണമായും പ്രവർത്തിക്കാം. നേരത്തെ പറഞ്ഞല്ലോ, ബുദ്ധിപൂർണമായവരുടെ ലക്ഷണം ഖുർആൻ പറഞ്ഞത് അവരെപ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്നവരാണെന്നല്ലേ? എപ്പോഴും അള്ളാഹിനെ ഓർക്കും. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا. ഇപ്പോഴും ഇങ്ങനെ ഉണർന്നിരിക്കുന്ന ഒരു ബോധമാണ് അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്നവരെ സംബന്ധിച്ച് ഉള്ളത്. അവർ ഉറക്കത്തിലല്ല. ഹബീബ് പറയുന്നു, എല്ലാ മനുഷ്യർക്കും ഈ പൂർണ്ണമായ ഉണർവ് കിട്ടുന്നത് അവന്റെ മരണത്തിന്റെ നേരമാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉണർവ് അല്ലാഹു നമുക്ക് നേരത്തെ തരട്ടെ. ബുദ്ധിയെ ഉപയോഗപ്പെടുത്തിയ ആളുകൾ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ അള്ളാഹുവിനെ ഓർക്കും. എന്നിട്ട് അവർ പറയും, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില, പടച്ചോനെ ഈ കാണുന്നതൊന്നും നീ വെറുതെ പടച്ചതല്ല. സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, അള്ളാഹുവേ നീ എത്ര മഹോന്നതൻ, നിന്റെ നരകാഗ്നിയിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, പരലോകത്തെ കുറിച്ച് പരലോകത്തെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് ബുദ്ധിയുള്ളവന്റെ ചിന്ത അല്ല എന്ന വിചാര പദത്തിലേക്ക് എത്തുമെന്ന് ഖുർആൻ. നമ്മൾ ഇതെപ്പോഴായെത്താ? നമ്മൾ എത്തുന്നത് മരണത്തിന്റെ നേരമാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ മനുഷ്യരും ഉറക്കത്തിലാണ്, അവൻ ഉണരുന്നത് മരണത്തിന്റെ നേരത്താണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാം. അന്നാസു നിയാം ഫഇദാ മാതു ഇൻതബഹു, മരണത്തിന്റെ നേരത്ത് അവൻ ഉണരുമ്പോഴോ എത്ര വലിയ വിവേകവും ബുദ്ധിയുമാ ആ നേരത്ത് ഓരോ മനുഷ്യനുമുള്ളത്. ഖുർആൻ പറയുന്നു, ഉറക്കത്തിൽ നിന്നും ഉണരുന്ന മനുഷ്യൻ ജീവിതത്തെ പ്രാപിച്ചിരിക്കുന്ന വലിയ നിദ്രയിൽ നിന്നും ഉണർവ് സംഭവിച്ചവൻ വരുമ്പോൾ എത്ര വിവേകപൂർവമാണ് അവൻ സംസാരിക്കുന്നത്. ആ നേരത്തവന്റെ സംസാരം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് പൊതുവായ ചില വാക്യങ്ങൾ ഖുർആൻ പറയുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. സൂറത്തുൽ മുനാഫിഖൂൻ 10-11 ആയത്തുകൾ. ഒരുപാട് കാര്യങ്ങൾ നമ്മെ ചിന്തിപ്പിച്ച് തരുന്ന ഒരു ആയത്താണിത്. ഈ ആയത്തുകൾ നമ്മെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു പറയുന്നു, മനുഷ്യരോട് അള്ളാഹു പറഞ്ഞത് ചെലവ് ചെയ്യണമെന്നാണ്. അള്ളാഹു തന്നതിൽ നിന്നൊക്കെ ചെലവ് ചെയ്യണം. എങ്ങനെയാ? സമ്പത്ത് മാത്രമാണ്. ഒരാൾക്ക് അള്ളാഹു തന്നിരിക്കുന്നത് സമ്പത്തല്ല, സ്വാധീനമാണ്. അവൻ പറഞ്ഞാൽ ചെലവ് ചെയ്യും. ഇന്ന് ഒരുപാട് ചാരിറ്റികളൊക്കെ നടക്കുന്നുണ്ട്. അത് ഈ ചെലവ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും സ്വീകാര്യത നൽകും. ചിലര് പറഞ്ഞാൽ ചിലത് നടക്കൂന്ന് കണ്ട അത് നന്മയിൽ ഉപയോഗിക്കാം. അത് അള്ളാഹു തന്നത് അത് ചെലവാക്കണം. ഇവിടെ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്നും ചെലവ് ചെയ്യാനാ. അള്ളാഹ് തന്നതാണ് എല്ലാം. സമ്പത്താവട്ടെ, സ്വാധീനമാവട്ടെ, എല്ലാം അള്ളാഹ് തന്നതാണ്. ഇൽമാവട്ടെ, എല്ലാം അള്ളാഹു തന്നതാണ്. അള്ളാഹു തന്നതിന് എല്ലാത്തിനും കൂടി പറയും റിസ്ഖ് എന്ന് പറയും. അതായത് റാസിഖായ അള്ളാഹുവിൽ നിന്നും അടിമ സ്വീകരിക്കുന്നത് എല്ലാം റിസ്ഖാണ്.
ഈ റിസ്ഖിൽ നിന്നും അള്ളാഹു ചെലവ് ചെയ്യൂ എന്ന് പറഞ്ഞു. എപ്പോഴാ? മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങളിൽ ഓരോരുത്തർക്കും മരണം വരും. ഓരോരുത്തർക്കും മരണം വരുന്നതിന് മുന്നേ ഓരോരുത്തരും അവനവനാൽ കഴിയുന്നത് റബ്ബിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തൂ, ചെലവ് ചെയ്യൂ. അങ്ങനെ മരണം വരുമ്പോൾ ഉണരുമെന്നാണല്ലോ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ ഈ ചെലവൊന്നും ചെയ്യാതിരുന്ന ആളുകൾ, വ്യയം ചെയ്യാതിരുന്ന, റബ്ബിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താതിരുന്ന ആളുകൾ ഉറക്കത്തിലാണല്ലോ. അവൻ എന്തായാലും മരണം വരെ ഉറക്കത്തിലാണ്. മരണം വരുമ്പോൾ അവൻ ഉണരും. അപ്പൊ അവൻ എന്താ പറയണെന്നറിയോ? അപ്പോൾ അവൻ പറയും, ഫയഖൂല റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ മാകും മിനസ്സാലിഹീൻ. അങ്ങനെ പറയും അവൻ. അതായത് അവന്റെ ഉണരുന്ന നേരത്തെ അവന്റെ ബുദ്ധിയും വിവേകവും അതുവരെ പ്രവർത്തിക്കാത്ത പോലെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ അവൻ പറഞ്ഞത് റബ്ബി, എന്റെ മാത്രം റബ്ബേ, എന്റെ മാത്രം അല്ലാ, എന്റെ മാത്രം പടച്ചവനെ. സ്വാർത്ഥത, റബ്ബിനോടുള്ള ആർദ്രമായ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ആയുസ്സിൽ ഈ ഒരു സന്ദർഭത്തിൽ മാത്രമാണ്. പക്ഷേ ഈ പ്രകടനം വിഫലമാണെന്ന് ഖുർആൻ. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഇത് വിഫലമായ സ്നേഹപ്രകടനമാണ്. മരണത്തിന്റെ നേരത്ത് റബ്ബിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയാത്തവൻ പറയും, റബ്ബി, എന്റെ മാത്രം റബ്ബേ, ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, അടുത്ത ഒരു അവധിയിലേക്ക് ഒരല്പ സമയം കൂടി എന്നെ പിന്തിപ്പിച്ചാൽ. വിവേകത്തോടുകൂടെ അവൻ പറയുന്നത്. അല്പസമയം എന്നവൻ പറഞ്ഞു. ആ അല്പസമയം എന്നത് അവൻ ചിന്തിച്ചു തന്നെ പറഞ്ഞതാണ്. അതാണ് സാധ്യമാവുകയുള്ളൂ. അല്പം അല്ലാഹു തന്നേക്കാമെന്ന പ്രതീക്ഷയാണ്. അങ്ങനെ അല്പസമയം കിട്ടിക്കഴിഞ്ഞാൽ അവൻ പറയുന്നത്, ഞാൻ ചെയ്യുന്ന സൽക്കർമ്മം ഞാൻ സദഖ ചെയ്യാമെന്നാണ് പറയുന്നത്. സദഖയാണോ ആ അല്പസമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും പുണ്യം നിറഞ്ഞ സൽപ്രവർത്തനം? ആണോ? അല്ല. അഫ്ദലുൽ ഇബാദാത്തിൽ ബദനിയത്തി കുല്ലിഹാ അസ്സലാ. ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ കർമ്മം, ഏറ്റവും വലിയ പുണ്യം നിസ്കാരമല്ലേ? എന്നിട്ടും അവൻ അവിടെ നിസ്കാരം പറയാതിരുന്നത്? നിസ്കരിച്ചോളാന്ന് പറഞ്ഞില്ല. കാരണം അവന്റെ ബുദ്ധി പൂർണ്ണമായി ചിന്തിച്ചുകൊണ്ടാ പറഞ്ഞത്. അവൻ അതുവരെ ഉറങ്ങാറുന്നു അവന്റെ ജീവിതത്തിൽ. ഇപ്പൊ അവൻ ഉണർന്ന് പറഞ്ഞതാ. നിസ്കാരം പറയാന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ തന്നെ പലതും പല ഐറ്റ. ഫർദ് നിസ്കാരത്തിന് ശ്രേഷ്ഠത കൂടുതൽ. ചിലപ്പോൾ അവന്റെ മരണം എത്തിയിരിക്കുന്ന സമയത്തിൽ നിന്നും ഫർദ് നിസ്കാരത്തിലേക്ക് ചിലപ്പോൾ 2-3 മണിക്കൂർ ഉണ്ടാവും. അപ്പോൾ കുറഞ്ഞ അവധി അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. 2-3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ കൂടിയ സമയ. മാത്രമല്ല, അങ്ങനെ നിസ്കാരം നിർവഹിക്കണമെങ്കിൽ തന്നെ ആരോഗ്യപരമായി അവൻ ഒരുപാട് തയ്യാറായിരിക്കണം. ഉളു എടുക്കണം, ഖിബല ശുദ്ധി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. മാത്രവുമല്ല, നിസ്കാരം എന്ന് പറഞ്ഞാൽ 4 റക്അത്ത് നിസ്കരിക്കാൻ ഒരുപാട് സമയം വേണം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് അജ്ലുൻ ഖരീബാണ്, കുറഞ്ഞ സമയം അള്ളാഹുവിനോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പ്രായോഗികമല്ല എന്ന് അവന് മനസ്സിലായി. പിന്നെ 1 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഉള്ള കൂലിയല്ല 100 റക്അത്തിന് കിട്ടാം. സാഹസികമാണ്. 100 റക്അത്ത് നിസ്കരിക്കാനുള്ള അവസരോട് ചോദിച്ചാൽ പറ്റൂല. ഇവിടെ അജ്ലുൻ ഖരീബ് എന്ന കുറഞ്ഞ അവധി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവൻ ബുദ്ധിപൂർവ്വം അവിടെ ഏത് അമലാണ് തെരഞ്ഞെടുക്കുക? സദഖ തന്നെയാണ്. കാരണം ശുദ്ധി വേണ്ട, ഖിബല വേണ്ട, ഒന്നും വേണ്ട. സദഖ ചെയ്യാൻ 1 രൂപ സദഖ ചെയ്യാനും 1 കോടി സദഖ ചെയ്യാനും 1 സമയം മതി. ഞാൻ എന്റെ 1 കോടി രൂപയുടെ സമ്പാദ്യം ഞാൻ ഇന്നാലിന്ന പള്ളിക്ക് വേണ്ടി അല്ലെ ഇന്നാലിന്ന ആവശ്യത്തിന് വേണ്ടി ഞാൻ സദഖ ചെയ്തു എന്ന് പറഞ്ഞ സദഖയായി. അതിനവൻ എഴുന്നേറ്റ് പോകുന്നും വേണ്ട. അവന്റെ വാക്കാൽ തന്നെ അതവിടെ സാധ്യമാവുകയാണ്. നിസ്കാരം അങ്ങനെയല്ല. 1 റക്അത്ത് നിസ്കരിക്കാനും 100 റക്അത്ത് നിസ്കരിക്കാനും സമയത്തിൽ മാറ്റം വരും. ഇവിടെ വിവേകപൂർവ്വം അവൻ അള്ളാഹുവിനോട് ചോദിച്ചിരിക്കുന്നത് അജ്ലുൻ ഖരീബ് എന്ന കുറഞ്ഞ സമയമാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ അവൻ തെരഞ്ഞെടുത്തിരിക്കുന്ന അമൽ സദഖയാണ്. മാത്രവുമല്ല, നിസ്കാരം എന്നത് ഒരു മുതലുമുടക്കില്ലാത്ത കാര്യം. അവനവന്റെ ആരോഗ്യം കൊണ്ട് ആണ് ചെയ്താൽ മതി. സദഖ എന്ന് പറഞ്ഞാൽ മുമ്പ് പലപ്പോഴും അവൻ പിടിച്ചു വെച്ചിരിക്കുന്ന അവന്റെ സ്വാർത്ഥമായ ചിന്തയിൽ മാത്രം ഒതുങ്ങി പരിമിതപ്പെട്ടു പോയ സമ്പത്തിന്റെ സഞ്ചാരങ്ങളെ അവൻ കെട്ടഴിച്ചു വിടാണ്. അവന്റെ മരണം ഉറപ്പായ നേരത്ത് ഇനി എനിക്ക് ഇതുകൊണ്ട് ആവശ്യമില്ല എന്നൊരവസ്ഥയിലേക്ക് അവൻ കെട്ടഴിച്ചു വിടാണ്. ഒരു മനുഷ്യൻ 10 റക്അത്ത് നിസ്കരിക്കണമെന്ന് പള്ളിയിലെ ഉസ്താദ് പറഞ്ഞാൽ ഒരുപക്ഷെ നിസ്കരിക്കും. ഒരു 10,000 രൂപ ഇന്ന സ്ഥലത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുത്തു എന്ന് വരില്ല. കാരണം ഈ 2 സൽക്കർമ്മത്തിലും മനുഷ്യന്റെ മനസ്സ് 2 ചിന്താഗതിയിലാണ് നിൽക്കുന്നത്. ഇവിടെ നിസ്കാരം എന്ന അമലിനെ ഒഴിവാക്കി സദഖ എന്ന സാമ്പത്തിക രംഗത്തെ അവൻ തെരഞ്ഞെടുത്തത് ജീവിതത്തിൽ ഇതുവരെ അവൻ ഏറ്റവും പ്രിയപ്പെട്ടത് അതാണ്.
അതായിരുന്നു, അത് ഇപ്പോൾ ചെയ്യാമെന്ന് അവൻ സമ്മതിക്കാം. അപ്പൊ ഇതെല്ലാം മനുഷ്യൻ ഉണരുന്ന നേരത്താണ് അവൻ ഇതൊക്കെ പൂർണ്ണമായും ചിന്തിച്ചു പറയുന്നത്. ഇതുപോലെ ഒരു ഉണർവ് അവന്റെ ജീവിതത്തിൽ നേരത്തെ ഉണ്ടാവാനാ ഈ കണ്ട ആലിമീങ്ങളും ഈ കണ്ട വയലും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് വേദഗ്രന്ഥങ്ങൾ വന്നത്. ആ ഉണർവ് നേരത്തെ ഉണ്ടാവാൻ വേണ്ടി അമ്പിയാക്കൾ വന്നിട്ടുള്ളത്. ആ ഉണർവ് അള്ളാഹു നമുക്ക് നേരത്തെ തരട്ടെ. അത് മരണത്തിന്റെ നേരത്തെ വരുമ്പോൾ ആ ഉണർവ് കൊണ്ട് ഒരു ഉപയോഗമില്ല എന്ന് ഖുർആൻ. ഒരു ശരീരത്തിനും അതിന് നിശ്ചയിക്കപ്പെട്ട അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു അത് പിന്തിക്കുകയോ മുന്തിക്കുകയോ ചെയ്യൂല. ആ സമയത്ത് തന്നെ അവന്റെ അവധി പൂർത്തിയായി അവൻ ഇവിടെ നിന്ന് യാത്ര ചെയ്തേ പറ്റൂ എന്ന് ഖുർആൻ. വിഫലമായി പോകുന്ന ഒരു ഉണർവായി പോവല്ലേ മരണനേരത്തെ ഉണർവ്. അങ്ങനെയാണ്. ഏതായാലും നമ്മുടെ ചില ഭാവനയാണ്. ഏതാണ്ടൊക്കെ നമ്മൾ അമലിന്റെ കാര്യത്തിൽ തയ്യാറായി കഴിഞ്ഞു എന്ന ഒരു തെറ്റിദ്ധാരണയാണ് നമ്മെ പലപ്പോഴും ഇങ്ങനെ ഉറക്കിക്കളയുന്നതെന്ന് ഖുർആൻ. അങ്ങനെയാണ്, മനഃപൂർവ്വമല്ല. നമ്മൾ ചിന്തിക്കാറുണ്ട് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ പടച്ചോൻ ചോദിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം 5-ന് 6 നിസ്കരിക്കുന്നുണ്ട്. 5 വക്കത്തിന് നമ്മൾ 5 വക്കത്തും ഫുള്ളായിട്ട് നിസ്കരിക്കുന്നുണ്ട്. പിന്നെ നോമ്പ് അത് പടച്ചോൻ വേണ്ടി വെച്ചിട്ട് ഓർമ്മ വെച്ച കാലം മുതൽക്ക് അത് പോയിട്ടില്ല. അപ്പൊ ഇന്ന ആളെ വെച്ച് നോക്കുമ്പോ അവനേക്കാളും നല്ലത് ഞാൻ തന്നെയാണ്. അങ്ങനെ ചിലരെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള നമ്മുടെ ചില ധാരണകൾ നമ്മെ വലിയ വലിയ കണക്കുകളിലേക്ക് ചിന്തിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ അമല് കൊണ്ട് നമുക്ക് പരാജയം വന്നിരിക്കുന്നു. ഈ തെറ്റായ കണക്കുകൂട്ടൽ ഈ അമല് കൊണ്ട് സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചു. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ഒരാളെയും അവന്റെ അമല് സ്വർഗത്തിലെത്തിക്കൂല. നാം സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്. ഒരു സഹാബി ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാഹ്, അങ്ങും അങ്ങനെയാണോ? വലാ അന, ഞാനും അങ്ങനെ. അമല് കൊണ്ട് സ്വർഗത്തിലേക്കില്ല. നിസ്കരിച്ച് കാലിൽ നീര് തളം കെട്ടിയ മുത്തുനബിയാ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പാതിരാവിൽ ഉഷസിന്റെ ഉദയനേരത്ത് തഹജ്ജുദിന്റെ നേരത്ത് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് കർണപുടങ്ങളെ വളരെയധികം സന്തോഷിപ്പിച്ച ഇമ്പമാർന്ന ഈണത്തിന്റെ ഉടമയായ ഖുർആൻ പാരായണത്തിലൂടെ കേൾക്കുന്നവൻ ആനന്ദം പകർന്ന പാതിരാവിന്റെ ശബ്ദത്തിന്റെ ഉടമയാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദാ ശഖ്ഖ മഅറൂഫുൻ മിനൽ ഫജ്രി സാതിഉ. അതും ബുഖാരിയുടെ ഹദീസിലുള്ളതാണ്. ആ നബിയ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അമല് കൊണ്ട് ഞാനും സ്വർഗത്തിലേക്കില്ല, അമല് കൊണ്ട് സ്വർഗമില്ല. പിന്നെയോ അള്ളാഹുവിന്റെ ഔദാര്യവും അവന്റെ കാരുണ്യവും വന്ന് നമ്മളെ പൊതിയാതെ നമുക്ക് സ്വർഗമില്ല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ കർമ്മങ്ങൾ ഒരിക്കലും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകൂല. ഖുൽ ഹൽ നുനബ്ബിയുകും ബിൽ അഖ്സരീന അഅമാല الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. സൂറത്തുൽ കഹ്ഫ്. ഏറ്റവും വലിയ പരാജയം സംഭവിച്ചത് ആർക്കാണെന്നറിയുമോ? അങ്ങ് പറയ നബിയെ. കുറെ ആളുകൾക്കാണ്. അവർ കുറെ അമല് ചെയ്തവരാണ്. അവരുടെ വിചാരം വഹും യഹ്സബൂൻ, അവർ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത് അന്നഹും യുഹ്സിനൂന സുനആ, അവർ ചെയ്തതൊക്കെ നന്നായിട്ടുണ്ടെന്ന അവരുടെ വിചാരം. ആ വിചാരം മനുഷ്യന്റെ ആഖിറത്തെ നഷ്ടപ്പെടുത്തുന്ന ആത്മവിശ്വാസമാണെന്ന് ഖുർആൻ. അവിടെ വിജയിച്ചാലാ വിജയിച്ചു എന്ന് പറയാൻ പറ്റൂ. കലിമ ചൊല്ലുന്നവരെ ചൊല്ലുമെന്ന പ്രതീക്ഷ നമുക്ക് പാടില്ല. നമ്മൾ നമ്മുടെ പൂർവികരെ കുറിച്ച് ആലോചിക്കുമ്പോൾ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് പറഞ്ഞതെന്താ? നിന്റെ ഫിർദൗസിന് ഞാൻ അർഹനല്ല എന്നാണ്. മഹാനായ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താ? പടച്ച റബ്ബേ, ഞാൻ എന്റെ പാപങ്ങൾ കൊണ്ട് നിന്റെ കവാടത്തിൽ വന്നിരിക്കുന്നു എന്നാണ്. ഈ മഹാന്മാരൊക്കെ ചിന്തിച്ച അങ്ങനെ, അല്ലാതെ ഞാൻ ഒരുപാട് ഹജ്ജ് ചെയ്തു എന്നല്ല അവർ ചിന്തിച്ച. ലോകത്തെ ഏറ്റവും വലിയ ഹാജിയാർ പോലും ഹജ്ജ് ചെയ്യുന്ന മണ്ണിലല്ല കിടക്കുന്നത്. മൂപ്പർക്ക് അവിടെ കിടക്കായിരുന്നു സയ്യിദുനാ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം. അവിടെ കിടന്നില്ല. ലോകത്തെ ഏറ്റവും വലിയ ഹാജിയായിട്ട് അറിയപ്പെടാറുന്നു മഹാനവറുകൾ ഫലസ്തീനില. മക്കയിൽ ഒരു ഖബർ വേണമായിരുന്നു. അള്ളാഹുവിനോട് അങ്ങോട്ട് ദുആ ചെയ്തിരുന്നുവെങ്കിൽ ആ മക്ക നഗരത്തിന് വേണ്ടുന്ന നാഗരിക പുരോഗതിയും ചരിത്ര പ്രാധാന്യവും കൊടുത്തത് ഏതൊരു ദുആ കൊണ്ടാണോ, ഏതൊരു കർമ്മം കൊണ്ടാണോ? അതിന്റെ എല്ലാം ഉടമ സയ്യിദുനാ ഇബ്രാഹിം.
ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. ഈ ദുആയാണ് ചരിത്രത്തിൽ പിന്നെ മക്കയെ മക്കയാക്കിയത്. ഹജ്ജിന് വേണ്ടി വിളംബരം നടത്തി ജബൽ അബുൽ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് കഅബയുടെ പുനരുദ്ധാരണം നടത്തി. ലോകത്ത് ഒരു പ്രവാചകൻ നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ പരീക്ഷണത്തിന് വേണ്ടി ജീവിതത്തെ വെച്ചുകൊടുത്തു. പൊന്നുമോന്റെ കഴുത്തറുക്കണമെന്ന പരീക്ഷണം. ഇതൊക്കെ ചെയ്തിട്ടും ആ മനുഷ്യൻ ഈ ചരിത്രത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി മക്കയിൽ മണ്ണ് ചോദിച്ചില്ല. പോയി കിടക്കുന്നത് ബിഇർ സബായിലാണ്. അള്ളാഹു അവിടുത്തെ പവിത്രത കൊണ്ട് നമുക്ക് തസ്കിയത്തിന്റെ ബോധം തരട്ടെ. ഏതായാലും നമ്മുടെ മരണത്തെ കുറിച്ചൊരു ഓർമ്മയില്ലാതെ പോരുമ്പോഴാണ് ആഘോഷങ്ങളിൽ നമ്മൾ അതിര് വിട്ടു പോകുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു സൂറത്തുൽ അഅറാഫ്, وَلِكُلِّ أُمَّةٍ أَجَلٌ فَإِذَا جَاءَ أَجَلُهُمْ لَا يَسْتَأْخِرُونَ سَاعَةً وَلَا يَسْتَقْدِمُونَ. ഓരോരുത്തർക്കും അല്ലാഹു ഒരു അവധി വെച്ചിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് ആരും അതിജയിക്കില്ലെന്ന് ഖുർആൻ. അല്ലാഹു നമ്മുടെ അന്ത്യം നന്നാക്കി തരട്ടെ. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ രസകരമായ ഒരു സംഭവം മഹാനായ ഇമാം ഇസ്മായിൽ അൽ ഹഖ് അൽ ബറൂസവി തങ്ങൾ റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഒരിക്കൽ ഒരു രാജാവുണ്ടായിരുന്നു. ആ മഹാനായ രാജാവുണ്ടല്ലോ വനവാസ ജീവിതത്തെ ഇഷ്ടപ്പെട്ടിരുന്നു. ഈ ദുനിയാവിന്റെ സുഖലോലുപതകൾ വേണ്ടാന്ന് വെച്ചിരുന്നു. അദ്ദേഹം വനവാസത്തിന് പോയി അള്ളാഹുവിനെ ഭയപ്പെട്ട് അവിടെ ഇബാദത്തായി കഴിഞ്ഞു. ഒരിക്കലതാ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഒരു ആഗ്രഹം കടന്നു വന്നു. ഞാൻ എന്തിനാണ് ഈ കാട്ടിൽ വന്നുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നത്? എന്റെ രാജാധികാരത്തിന്റെ പ്രതാപത്തിലേക്കും എന്റെ പഴയ സുഖലോലുപതയിലേക്കും എനിക്കൊന്ന് മടങ്ങിയാൽ എന്താ കുഴപ്പം? എനിക്ക് അനുവദനീയമായ കാര്യമല്ലേ? ജനങ്ങളൊക്കെ എന്നെ മറന്നു തുടങ്ങിയല്ലോ. ആ മഹാനായ രാജാവ് നാട്ടിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹത്തിന്റെ അധികാരത്തിലേക്ക് വീണ്ടും അദ്ദേഹം വന്നു. അദ്ദേഹത്തിന്റെ സഭകളെല്ലാം വിളിച്ചുകൂട്ടി. ജനങ്ങളെ മുഴുവനും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മഹാനായ രാജാവ് കൊട്ടാരത്തിൽ വിശാലമായ ഒരു സദ്യ ഒരുക്കി. എല്ലാ രാത്രിയിലും എല്ലാവർക്കും സദ്യ. അദ്ദേഹം വഴി പിഴയ്ക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ഇലാഹി ചിന്തകൾ നഷ്ടപ്പെടാൻ തുടങ്ങി. ജനങ്ങൾ ഇങ്ങനെ ഒഴുകി ഒഴുകിയെത്തി. കൊട്ടാരത്തിന്റെ മനോഹാരിത മുഴുവൻ കണ്ടുകൊണ്ട് ജനങ്ങൾ അത്ഭുതപ്പെടുന്നു. പണ്ടൊക്കെ കൊട്ടാരത്തിലേക്ക് പ്രവേശനമില്ല. രാജാവിനെ പ്രശംസിക്കുന്നു. രാജാവ് ജനങ്ങളുടെ പ്രശംസയിൽ അദ്ദേഹം പുളകമണിയുന്നു. അദ്ദേഹത്തിന് അല്ലാഹ് എന്ന ചിന്ത ഇങ്ങനെ അങ്ങോട്ട് മാറാൻ തുടങ്ങി. അവസാനം കുറെ കാലത്തോളം ഇങ്ങനെ ജനങ്ങൾക്കെല്ലാ അത്താഴും രാജാവിന്റെ കൊട്ടാരത്തില് വിശാലമായ ഭക്ഷണ സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ. രാജാവിൻ്റെതായ കുറെ താല്പര്യക്കാര്, കൊട്ടാരത്തിലെ പ്രധാന വ്യക്തിത്വങ്ങൾ, അദ്ദേഹത്തിന്റെ ഇഷ്ടക്കാരൊക്കെ. ജനങ്ങളൊക്കെ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ മദ്യപാനത്തിന്റെ ഒരു മേളയാണ്. ആ സമയത്ത് രാജാവ് ഈ കൂടെയുള്ള തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കൊട്ടാരത്തിലെ പ്രധാന ഉദ്യോഗസ്ഥരും തന്റെ ഇഷ്ടക്കാരുമായ ആളുകളോട് ചോദിച്ചു, എന്റെ ഈ സന്തോഷങ്ങളും എന്റെ ഈ കൊട്ടാരത്തിന്റെ അലങ്കാരങ്ങളും ഒക്കെ കണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, എന്ത് പറയാൻ കഴിയുന്നു എന്ന് ചോദിച്ചപ്പോൾ രാജാവിനോട് എല്ലാവരും പറഞ്ഞു, രാജാവെ താങ്കൾ ഈ അവസ്ഥയിൽ തന്നെ തുടരൂ, ഇത് നല്ല കാര്യമാണ്. അദ്ദേഹത്തിന്റെ അങ്ങയുടെ ലൈഫ് ആസ്വദിച്ചുകൊണ്ട് ഇതുപോലെ തന്നെ തുടരും, നല്ല കാര്യമാണല്ലോ, ഞങ്ങളൊക്കെ അങ്ങയുടെ കൂടെയുണ്ട്. അപ്പൊ രാജാവ് പറഞ്ഞു, നിങ്ങൾ കുറെ കാലം കൂടി എന്റെ കൂടെ ജീവിക്കണം. കാരണം ഞാൻ എന്റെ ഓരോ മക്കൾക്കും ഇതുപോലത്തെ തന്നെ കൊട്ടാരങ്ങളും ഇതിലേക്കാൾ നല്ല കൊട്ടാരങ്ങളും വേറെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ കൊട്ടാരത്തിൽ നടക്കുന്ന ഈ ഭക്ഷണ വിരുന്ന് പോലെ തന്നെ ആ കൊട്ടാരങ്ങളിലും ഒക്കെ നടത്താം. അപ്പൊ ആ പുതിയ കൊട്ടാരങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഈ പുതിയ കൊട്ടാരങ്ങളൊക്കെ നിർമ്മിക്കാനുള്ള അഭിപ്രായങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞു തരണം. അങ്ങനെ നമുക്ക് എന്റെ എല്ലാ മക്കൾക്കും ഇതുപോലത്തെ തന്നെ ഭാവിയിലേക്കുള്ള കൊട്ടാരങ്ങൾ, കൊച്ചുമക്കളാണ്, അവർക്ക് വലുതായി വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ കൊട്ടാരം നിർമ്മിക്കാം. നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഉണ്ടാവണം. ആ കൊട്ടാരങ്ങളിലും ഇതുപോലെ തന്നെ നമുക്ക് ഭക്ഷണദാനവും ആർഭാടവും ആഘോഷങ്ങളും അതുപോലെ തന്നെ ഈ അടിച്ചുപൊളിയൊക്കെ അവിടെ നമുക്ക് നടത്താം.
അങ്ങനെ ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഏത് രാജാവ്? ഇലാഹി ചിന്തയിലായി വനവാസത്തിന് പോയ രാജാവാണ് ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നത്. അങ്ങനെ ആ പുതിയ കൊട്ടാരങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിയുമായി, ആലോചനകളുമായി കൊട്ടാരത്തിന്റെ പാതിരാവുകൾ മുഴുവനും മദ്യചഷുകങ്ങളിലൂടെ ഇങ്ങനെ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുക. കള്ളുകൂടി, പാട്ട്, സംഗീതം, ആസ്വാദനം എല്ലാം ഉണ്ട്. രാജാവിന്റെ കൊട്ടാരത്തിൽ വന്നിരിക്കുന്ന പ്രത്യേകക്കാരായ പ്രധാനികളായ ആളുകൾക്ക് മുഴുവനും വലിയ ആഘോഷപൂരിതമായ പാതിരാവുകൾ രാജാവ് സമ്മാനിച്ചു. എന്തിനാണ് ഇവിടെ എല്ലാവരും പിടിച്ചു നിർത്തിയിരിക്കുന്നത്? ഭാവിയിൽ മക്കൾക്ക് പണിതുയർത്താനുള്ള വലിയ കൊട്ടാരങ്ങളെ കുറിച്ചുള്ള ആലോചനകൾക്കും പ്ലാനുകൾക്കും വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു രാത്രിയിൽ ഇമാം ഇസ്മായിൽ ഹഖൽ ബറൂസവി തങ്ങൾ പറയാണ്, ഒരു രാത്രി ആയപ്പോൾ ഫബൈനമാഹും ദാത ലൈലത്തിൻ ഫീ ലഹ്വിഹിം സമിഉ ഖായിലൻ മിൻ അഖ്സദ്ദാരി യഖൂൽ, രാജാവിന്റെ നിലവിലെ ഇപ്പോഴത്തെ കൊട്ടാരത്തിന്റെ ശീതീകരിച്ച അകത്തളത്തിന്റെ ഏറ്റവും മേലെ ഭാഗത്ത് നിന്നും ഒരു രാത്രിയിൽ ഒരു ശരീരിയിൽ ഒരു പദ്യം കേൾക്കാനിടയായി. എല്ലാവരും കേട്ടു അർത്ഥവത്തായ ഒരു പദ്യം. യാ അയ്യുഹൽ ബാനിന്നാസി ലിമൈതതിഹി ലാ തഅമനന്ന ഫഇന്നൽ മൗത മക്തൂബു. രാജാവ് ശ്രദ്ധിച്ചു. രാജാവ് അതാ നിശ്ചലനായി പോയി. വരികൾ കേട്ടപ്പോൾ രാജാവിനെ കേൾപ്പിച്ചുകൊണ്ടാണ്, കൂടെയുള്ളവരെ കേൾപ്പിച്ചുകൊണ്ടാണ് ഈ അശരീരിയുടെ പ്രകമ്പനം. തുടർന്ന് വീണ്ടും കേൾക്കുന്നു അടുത്ത വരി. ഹാദിൽ ഖലായിഖു ഇൻ സറൂ വഇൻ ഫരിഹൂ ഫൽ മൗതു ഹത്ഫുൻ ലദൽ ആമാലി മൻസൂബു لا تبنين ديارا لست تسكنها وراجع النسك كي ما يغفر الحب. അള്ളാഹുവിന്റെ ഒരു വിളിയാളം പോലെ രാജാവിന്റെ മനസ്സിലേതോ ഒരു നന്മയെ അള്ളാഹു സ്വീകരിച്ചത് കൊണ്ടായിരിക്കാം ആ മനുഷ്യന് ഹിദായത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സംഭവം കാരണമാവുകയാണ്. വനവാസത്തിൽ നിന്നും തിരിച്ചു വന്ന് ഇലാഹി സ്മരണയെ വലിച്ചെറിഞ്ഞ രാജാവിന് വീണ്ടും അള്ളാഹു അവസരം കൊടുക്കുന്നു. അശരീരിയുടെ ഈ ശബ്ദത്തിലൂടെ, ഓ സ്വന്തം മരണത്തെ മറന്നുകൊണ്ട് കൊട്ടാരം നിർമ്മിക്കാൻ തയ്യാറാവുന്ന രാജാവേ, ലാ തഅ്മനന്ന, അങ്ങ് നിർഭയത്വം കിട്ടിയെന്ന് വിചാരിക്കണ്ട, അങ്ങ് പേടിക്കേണ്ടിയിരിക്കുന്നു. ഫൈനൽ മൗത മക്തൂബുൻ, അങ്ങ് മരിച്ചു പോവാനുള്ള ആളാണ് രാജാവേ. ഹദിൽ ഖലായിഖു യൻസറു വഇൻ ഫരിഹു, അങ്ങയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഈ ആളുകൾ മുഴുവനും ഉണ്ടല്ലോ, അവർ എത്ര സന്തോഷിച്ചാലും ഫൽ മൗതു ഹത്ഫുൽ ലദൽ ആമാലി മൗസൂബു, ഏത് ആഗ്രഹത്തെയും മുറിച്ചു കളയുന്ന അനിവാര്യതയുടെ നിമിഷമാണ് ഓരോരുത്തരുടെയും മരണമെന്ന് രാജാവേ നിങ്ങൾ മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് ലാ തബ്നിയന്ന ദിയാറൻ ലസ്ത തുസ്കിനുഹാ, അങ്ങേക്ക് പാർക്കാൻ ഇനി ഒരു കൊട്ടാരം നിർമ്മിക്കേണ്ടതില്ല രാജാ. ഇപ്പൊ ഇവിടെ വെച്ച് ഈ ആഘോഷങ്ങളും ഈ കോലാഹലങ്ങളും പേക്കൂത്തുകളും നിർത്തിയാൽ അങ്ങേക്ക് അള്ളാഹു ഇതുവരെയുള്ളത് പുറത്തു തന്നേക്കും രാജാവേ. ഇതങ്ങ് കേട്ടതോടുകൂടി രാജാവ് കരഞ്ഞുപോയി. നിശബ്ദതയായി പോയി. മദ്യത്തിന്റെ ചഷുകങ്ങൾ പലരുടെയും കയ്യിൽ നിന്നും താഴെ വീണു. എല്ലാവരും അമ്പരന്ന് പോയി, അത്ഭുതപ്പെട്ടു പോയി. രാജാവും ഞെട്ടി. രാജാവ് അവരോട് ചോദിച്ചു, ഹൽ സമിഅതും മാ സമിഅതു, ഞാൻ കേട്ടത് നിങ്ങളും കേട്ടോ? എല്ലാവരും പറഞ്ഞു, നഅം, ഞങ്ങൾ കേട്ടു. രാജാവ് ചോദിച്ചു, ഫഹൽ തജിദൂന മാ അജിദു, അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയത് നിങ്ങളുടെ മനസ്സിലും തോന്നിയിട്ടുണ്ടോ? അവർ ചോദിച്ചു, വമാ തജിദു, അങ്ങേക്ക് എന്താ തോന്നിയതെന്ന് പറഞ്ഞാലും. രാജാവ് പറഞ്ഞു, മുസ്കിത്തുൻ അലാ ഫുആദി, എന്റെ മനസ്സിന്റെ അകത്തൊരു പുനർചിന്ത വന്നിട്ടുണ്ട്. എന്റെ മനസ്സിൽ ഇങ്ങനെ നടന്നാൽ പോരാ, ഒന്ന് നന്നാവണമെന്ന ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടോ? വമാ അറാഹ ഇല്ലാ ഇല്ലത്തുൽ മൗതി, ഈ കേട്ട അശരീരി എന്റെ മരണത്തിന്റെ ചിഹ്നമാണെന്ന് എനിക്ക് മനസ്സിലായ അടയാളമാണ്. അതുകൊണ്ട് എനിക്ക് കിട്ടിയത് നിങ്ങൾക്ക് കിട്ടിയോ? ഞാൻ മരിക്കുമെന്ന വിചാരത്തിലേക്ക് ഞാൻ തിരിച്ചെത്തി. നിങ്ങളും അങ്ങനെ എത്തിയോ? എല്ലാരും പറഞ്ഞു, കല്ലാ, ഇല്ല രാജാവേ, ബലിൽ ബഖാ,
അങ്ങ് എന്നും ജീവിക്കുന്ന ആളാണ്. വൽ ആഫിയത്തു, അങ്ങേക്ക് എന്നും ആഫിയത്ത് നിലനിൽക്കും, അങ്ങ് മരിക്കൂല, അങ്ങ് നീണാൾ വാഴട്ടെ, അങ്ങ് അജയ്യനായി തുടരട്ടെ. എല്ലാവരും ഇങ്ങനെ രാജാവിനെ പ്രകീർത്തിക്കാൻ തുടങ്ങി. അള്ളാഹു എന്ന വിചാരം മനസ്സിലേക്ക് വന്ന രാജാവ് ഫബക്കാ, പൊട്ടിക്കരഞ്ഞിട്ട് സുമ്മ അമറ ബിശ്ശറാബി ഫഉഹരീഖ, അവിടുത്തെ മദ്യത്തിന്റെ വലിയ വലിയ പാത്രങ്ങൾ കമിഴ്ത്തിക്കളയാൻ രാജകൽപ്പന വന്നു. വബിൽ മലാഹി ഫഉഖ്രിജത്ത്, സംഗീതവാദ്യോപകരണങ്ങൾ വലിച്ചെറിയൂ, നശിപ്പിക്കൂ എന്ന് രാജകൽപ്പന വന്നു കഴിഞ്ഞു. മഹാനായ രാജാവ് താബ ഇലല്ലാഹി സുബ്ഹാനഹു വ തആല, അദ്ദേഹം അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു. ഇമാം ഇസ്മാഈൽ അൽ ഹഖ് അൽ ബറൂസി തങ്ങൾ പറയാണ്, വലം യസൽ യഖൂൽ അൽ മൗത്ത് ഹത്താ ഖറജത് നഫ്സുഹു റഹിമഹുല്ലാഹ്, മരണം വരെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു, പടച്ചറബേ എന്റെ മരണം എങ്ങനെയാകും, അല്ലാഹുവേ എന്റെ അന്ത്യം നന്നാവുമോ? ഈ ഒരു മരണ വിചാരത്താൽ തന്റെ കൊട്ടാരത്തിന്റെ സുഖലോലുപതയെ വേണ്ടെന്ന് വെച്ച് വീണ്ടും വനവാസത്തിന് പോയ രാജാവിന്റെ കഥ നമുക്ക് പാഠമാണ്. അള്ളാനെ മറന്നുള്ള ആഘോഷങ്ങൾ അള്ളാഹുവിൽ നിന്നും നമ്മെ അകറ്റിക്കളയുന്നു. അള്ളാനെ മറന്നുള്ള ആഘോഷങ്ങൾ നമ്മുടെ ഈമാൻ നശിപ്പിക്കുന്നു. അള്ളാനെ മറന്നുള്ള ആർഭാടങ്ങൾ നമ്മെ നശിപ്പിച്ച് കളയാണ് ദുനിയാവിലും ആഖിറത്തിലും. അള്ളാഹു ഈ തിരിച്ചറിവിലേക്ക് സർവ്വ മുഅ്മിനീങ്ങളെയും വഴി നടത്തുമാറാവട്ടെ.